റഷ്യൻ ഉപരോധം ലംഘിച്ച് എണ്ണ കടത്തിയെന്ന ആരോപണത്തിൽ ഇന്ത്യൻ മർച്ചന്റ് നേവി ക്യാപ്റ്റൻ അജയ് പന്തിനെ ബ്രിട്ടീഷ് സേന അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ സ്വദേശിയായ 38-കാരനായ അജയ് പന്തിനെയാണ് UK അധികൃതർ പിടികൂടി വിചാരണ തടവിലാക്കിയിരിക്കുന്നത്. തന്റെ ഭർത്താവിനെ ഉപരോധ തർക്കത്തിൽ വെറുമൊരു ബലിയാടാക്കുകയാണ് എന്നും അദ്ദേഹം തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് അകപ്പെട്ടു പോവുകയായിരുന്നുവെന്നും അജയ് പന്തിന്റെ ഭാര്യ ഋതു പന്ത് പ്രതികരിച്ചു. അന്താരാഷ്ട്ര ഏജൻസികളോട് സംസാരിക്കവെയാണ് അവർ ഭർത്താവിന്റെ നിരപരാധിത്വം വ്യക്തമാക്കിയത്. കഴിഞ്ഞ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ ഉപയോഗിക്കുന്ന റഷ്യൻ ഷാഡോ ഫ്ലീറ്റ് ശൃംഖലയിൽപ്പെട്ടതാണ് ഈ കപ്പലെന്നാണ് UK പ്രോസിക്യൂട്ടർമാരുടെ പ്രധാന ആരോപണം. ജൂണിൽ ഇംഗ്ലീഷ് ചാനലിൽ വെച്ചാണ് ബ്രിട്ടീഷ് കമാൻഡോകൾ അജയ് പന്ത് ക്യാപ്റ്റനായിരുന്ന സ്മിർട്ടോസ് എന്ന എണ്ണക്കപ്പൽ വളഞ്ഞ് സാഹസികമായി പിടിച്ചെടുത്തത്. ഹെലികോപ്റ്ററിൽ നിന്നും കപ്പലിലേക്ക് കയറിയായിരുന്നു ബ്രിട്ടീഷ് സേനയുടെ ഈ വലിയ ഓപ്പറേഷൻ. അതിസാഹസികമായിരുന്നു ഓപ്പറേഷൻ. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം കേസിന് ബ്രിട്ടൻ നൽകുന്നുമുണ്ട്. റഷ്യയിലെ ഉസ്ലൂഗ തുറമുഖത്തു നിന്നും ഈജിപ്തിലെ പോർട്ട് സെയ്ദിലേക്ക് 98,000 ടൺ എണ്ണയുമായി പോവുകയായിരുന്നു കപ്പൽ. വിലക്കപ്പെട്ട റഷ്യൻ എണ്ണ ഉൽപ്പന്നങ്ങൾ കപ്പൽ മാർഗം മൂന്നാമതൊരു രാജ്യത്തേക്ക് നേരിട്ടോ അല്ലാതെയോ എത്തിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതര കുറ്റമാണ് ക്യാപ്റ്റനെതിരെ ചുമത്തിയിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ് അജയ് പന്തിനെതിരെ UK ചുമത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിചാരണ ഡിസംബർ 15-ന് ആരംഭിക്കാനിരിക്കെ നിലവിൽ ജാമ്യം നിഷേധിച്ച് വിൻചെസ്റ്റർ ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കപ്പൽ ജീവനക്കാരൻ എന്ന നിലയിൽ കപ്പലുടമയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് അജയ് പന്ത് ചെയ്തത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയിൽ വാദിക്കുന്നത്. ചരക്ക് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക മാത്രമാണ് ഒരു കപ്പൽ ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമെന്ന് ഭാര്യയും ചൂണ്ടിക്കാട്ടുന്നു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ക്യാപ്റ്റൻ അജയ് പന്തിനെ മാത്രമാണ് ബ്രിട്ടീഷ് പോലീസ് കുറ്റക്കാരനാക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കപ്പലിലെ മറ്റെല്ലാ ജീവനക്കാരെയും ചോദ്യം ചെയ്യലിന് ശേഷം സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചിരുന്നു. വാണിജ്യപരമോ ഉപരോധവുമായോ ബന്ധപ്പെട്ടതോ തർക്കങ്ങളിൽ കപ്പലിനും കപ്പലുടമയ്ക്കുമെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ഒരു ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്ത് കേസെടുക്കുന്നത് യൂറോപ്പിൽ ഇത് ആദ്യ സംഭവമാണെന്ന് മാരിടൈം വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ആഗോളതലത്തിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് നാവികരിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ശക്തമായി ഇടപെടുകയും അജയ് പന്തിന് നയതന്ത്ര സഹായം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കപ്പൽ കമ്പനിയുമായി സംസാരിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ നിയമസഹായം ഉറപ്പാക്കുന്നുണ്ടെന്നും സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തലത്തിലും കപ്പൽ ഗതാഗത മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായി ഇന്ത്യൻ മർച്ചന്റ് നേവി ക്യാപ്റ്റൻ അജയ് പന്തിന്റെ അറസ്റ്റ് മാറിയിരിക്കുകയാണ്. ഉപരോധ തർക്കങ്ങളിലും വാണിജ്യപരമായ കുരുക്കുകളിലും സാധാരണയായി കപ്പൽ കമ്പനികൾക്കും അതിന്റെ ഉടമസ്ഥർക്കുമെതിരെ നടപടിയെടുക്കുന്നതാണ് അന്താരാഷ്ട്ര മാരിടൈം രീതി. എന്നാൽ അതിന് വിപരീതമായി കമ്പനിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചരക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ മാത്രം കടമപ്പെട്ട ഒരു നാവികനെ അറസ്റ്റ് ചെയ്ത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര കുറ്റങ്ങൾ ചുമത്തുന്നത് കടുത്ത നീതിനിഷേധമാണ്.